കൂടെ സ്പോട്ട് ലൈവ് കിടക്കുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തിച്ച നിലയിൽ പ്ലാവൂർ പാപ്പന സ്വദേശി ശരത്തിന്റെ ബൈക്കാണ് കത്തിച്ചത്. പുലർച്ചെ 2:30യോടെയാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തീപിടുത്തത്തിൽ വീടിന്റെ ജനാല ചില്ലുകളും തകർന്നു. കാട്ടാക്കട പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, പുലർച്ചെ നടന്ന തീപിടുത്തമാണ്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിൽ ആ വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികത ആസൂത്രിതമായ ഒരു ആക്രമണമായി തന്നെ കരുതണം. എന്താണ് അങ്ങനെ ഈ ബൈക്കിൻ്റെ ഉടമ ഈ ശരത്തിന് ഏതെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ? ഇത് ആരെയാണ് സംശയിക്കേണ്ടത്? കാരണം ഇനിയും വ്യക്തമാകാനുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാട്ടാക്കട പ്ലാവൂർ സ്വദേശിയായ ശരത്തിന്റെ ബൈക്കാണ് കത്തിയത്. വീടിന് സമീപത്ത് നിർത്തിക്കുകയായിരുന്ന ബൈക്ക് 3 മാസം മുമ്പാണ് ഫിനാൻസിൽ ഇദ്ദേഹം വാങ്ങിയത്. വീടിന് സമീപത്ത് വച്ചിരുന്നു. വാങ്ങിയ സമയം മുതൽ തന്നെ ഈ പറയുന്ന ബൈക്കിന് ചില കേടുപാടുകളും ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായും ശരത്ത് പറയുന്നുണ്ട്. അത് കമ്പനിക്കാരെയും അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ ഈ വാഹനം അങ്ങ് കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തീ ആളിക്കത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ശരത്തും വീട്ടുകാരും നോക്കുന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ നശിച്ച ഒരു അവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞത്. എന്താണ് കാരണമെന്നുള്ളത് ഇനി വ്യക്തമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷത്തും പറയാനുള്ളത്. എന്തായാലും കാട്ടാക്കട പോലീസ് ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇതിനെ നശിപ്പിച്ചതാണോ അല്ലെങ്കിൽ മറ്റു തകരാറാണോ എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായില്ല. തീർച്ചയായും ഈ ബൈക്ക് കത്തിക്കുക മാത്രമായിരുന്നോ ഈ അക്രമിയുടെ ലക്ഷ്യം? അതോ വീടിന് നേരെ തീ കൊളുത്തുക, വീട്ടുകാരെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? അപ്പം നമുക്കത് ഈ പറയുന്ന ഒരു ആക്രമണ സ്വഭാവവും നമുക്ക് വ്യക്തമായിട്ടില്ല. കാരണം ഇത് ഈ വാഹനത്തിന്റെ തകരാറാണോ ഈ തീപിടുത്തത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട്. അതേസമയം ഈ പറയുന്ന ശരത്തിന് മറ്റ് ആൾക്കാരുമായി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയല്ല. അവിടെ ഒരു പ്രദേശത്തേക്ക് സമ്മതനായ ഒരു സാധാരണക്കാരനായ ഒരു യുവാവാണ്. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇത് കാരണം എന്തായാലും ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വീട്ടിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു വാഹനം അത് രാത്രി കത്തുന്നു. പുലർച്ചെ ആയിരുന്നു കത്തുന്നത്. ഈ വാഹനം കത്തുന്ന ആ ചൂടിൽ അല്ലെങ്കിൽ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉൾപ്പെടെ ഉണരുന്നത്. തുടർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും അഗ്നിക്കിരയാകുന്ന ഒരു അതിലേക്ക് എത്തുന്നു. ഫിനാൻസ് മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 മാസം കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. എന്തായാലും വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് ശരത്തിന് സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.